ജനിച്ചിട്ട് ഒരു മാസം പോലും തികയാത്ത കുട്ടി തീവ്രപരിചരണ വിഭാഗത്തിൽ. പുറത്ത് ആശങ്കയോടെ കാത്തു നിൽക്കുന്ന മാതാപിതാക്കൾ. കുട്ടിക്ക് ഹൃദയത്തിന് ജന്മനാ തകരാർ ഉണ്ടായതിനാലാണ് സാധാരണക്കാരുടെ ആശ്രയമായ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എത്തിയത്. എന്നാൽ ആദ്യ ശസ്ത്രക്രിയയ്ക്കായി 3 ലക്ഷം രൂപ ഇവർക്ക് അടയ്ക്കേണ്ടി വന്നു. ഇപ്പോൾ തുടർ പ്രശ്നങ്ങൾ വന്നതിനാൽ വീണ്ടും ഇവിടെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇനിയും പൈസ അടയ്ക്കണമെന്നാണ് ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുന്നത്. ഈ പൈസ എങ്ങനെ സംഘടിപ്പിക്കുമെന്ന് ഇവർക്ക് അറിയില്ല. ബന്ധുക്കളോടും കടം വാങ്ങിയാണ് ഇതുവരെ പിടിച്ചു നിന്നത്. ഉള്ളുനുറുങ്ങുന്ന വേദനയോടെയാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പിതാവും വീട്ടമ്മയായ മാതാവും ICUവിന് മുന്നിൽ എത്തിയത്. ഇത്തരക്കാർക്ക് താങ്ങാവാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ഹൃദ്യം പദ്ധതി നിലച്ചതിന്റെ ഫലമായാണ് ഈ രക്ഷിതാക്കൾ ഇന്ന് അനുഭവിക്കുന്നത്. 3 വർഷമായി ഈ പദ്ധതി ഇവിടം നിലച്ചിട്ട്. പദ്ധതിയിൽ ശസ്ത്രക്രിയാ നിരക്കുകൾ നിശ്ചയിച്ചിരിക്കുന്നത് കുറഞ്ഞുപോയി എന്ന കാരണം പറഞ്ഞ് ശ്രീചിത്രയാണ് ആദ്യം പദ്ധതിയിൽ നിന്നും പുറത്തുപോയത്. പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ 40 ലക്ഷത്തോളം രൂപ കുടിശ്ശിക വരുത്തിയെന്ന കാരണവും ശ്രീചിത്ര പുറത്തുപോകുന്നതിന് കാരണമായി. എന്നാൽ ഇതൊക്കെ പരിഹരിക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് സന്നദ്ധത അറിയിച്ചിട്ടും ആശുപത്രി അധികൃതർ വേണ്ട താല്പര്യം പ്രകടിപ്പിക്കാത്തതാണ് പുനഃപ്രവേശനം നീളാൻ കാരണമായത്. അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത്, ഇതും ഇപ്പോൾ ഭാഗികമായി നടപ്പാക്കുന്നുള്ളൂ. മുൻപ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ വിവിധ സർക്കാർ പദ്ധതികൾ ഉപയോഗപ്പെടുത്തി ചികിത്സ തേടിയിരുന്നു. എന്നാൽ ഇവരെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. കേരളത്തിലുള്ളവരെ പോലും പദ്ധതിക്കു കീഴിൽ ശ്രീചിത്ര വേണ്ട വിധം പരിഗണിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. അടുത്ത കാലം വരെ നാട്ടുകാർക്കൊപ്പം ചേർന്നു നിന്ന ഒരു കേന്ദ്ര സർക്കാർ ആശുപത്രിയാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്നും അകന്നു പോകുന്നത്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ ഏതു തരക്കാർക്കും ഉന്നത ചികിത്സയ്ക്ക് ആശ്രയിക്കുന്ന സ്ഥാപനമായിരുന്നു ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. റേഷൻ കാർഡ് വരുമാനത്തിനനുസരിച്ച് ചികിത്സാ ചെലവ് നിശ്ചയിക്കുന്ന ആശുപത്രിയാണ് ഇന്ന് സൗജന്യങ്ങൾ ഓരോന്നായി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നത്.